സൗന്ദര്യ ആരാധകരെ, ഇത് ആരംഭിക്കുന്നു മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. ഭാരതം എന്നാൽ പാരിനടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല, ജനകോടികൾ ജനകോടികൾ നമ്മെ കാഫായി മാറ്റിയ ജന്മഗൃഹമല്ലോ. കൂരകൾ തോറും നമ്മുടെ പണ്ടടങ്ങവർ നെടിഞ്ഞു തോന്നുന്നു. അടിപതരാതെ ഒരു ചെറിയ സാധനം കൂടി കാണിക്കാണ്ടല്ലോ, അതിന് എന്താണാവ്? എനിക്ക് ദേഷ്യം മൂത്രം ബ്ലഡ് മൂത്രം ഒഴിക്കാനോ? ഇതിനും വേണ്ടി തനിക്ക് മാത്രം മൂത്രം എവിടെയാണോ ഇരിക്കുന്നത്? ഞാൻ കൊന്നില്ലല്ലോ. കർത്താവേ, ശിവനെ, പഠിച്ചോനെ, കാത്തോണെ. ബിഗ് ബോസ് പ്ലീസ്. ഇതെന്ത് പറ്റി നമ്പൂരിച്ച? നിങ്ങളൊക്കെ എന്നെ കാണിക്കണേ. ആ കുട്ടിയുടെ അടുത്തേക്ക് ആരെങ്കിലും ഒന്ന് ചെല്ലേ. എന്റെ മോളെ ആ കൊച്ചിന് വല്ല അസുഖം. 2 ഔൺസ് ദശമൂലം. ബിഗ് ബോസ് ഡോക്ടർ, എന്താ ഇതൊക്കെ? ഒക്കെ പറഞ്ഞുതരാം, വരൂ. വേണ്ട വേണ്ട, ഞാൻ പോവാ. ഇനി ഇവിടെ പ്രശ്നം. ഇപ്രാവശ്യം ലോക റെക്കോർഡ് ഞാൻ തിരുത്തും, നീ കണ്ടോ? ലിംക ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് വെള്ളത്തിനടിയിൽ ഏറ്റവും കൂടുതൽ സമയം ശ്വാസം പിടിച്ചിരുന്നവൻ ഈ ഖാദർ മൂസയായിരിക്കും. ഞാൻ പോകുന്നു. ബൈ ബൈ. എന്താണ് അവിടെ ഒരു ശബ്ദം കേട്ടത്? അതെ, ഞാൻ തേങ്ങ കൊടുത്തപ്പോഴേ ഒരു പീസ് വെള്ളത്തിൽ പോയതാണ്. കക്ഷിയെ രക്ഷപ്പെടുത്താൻ നോക്ക്, അല്ലെങ്കിൽ ടാക്സിയുടെ വെയിറ്റിംഗ് ചാർജ് കൂടി പറഞ്ഞേക്കാം. നീന്തൽ പഠിക്കാതെ ഞാൻ വെള്ളത്തിൽ ചാടുന്ന പ്രശ്നമില്ല. സോറി, വന്ന വഴി മറന്നുപോയി. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. കുറച്ച് കാര്യം സംസാരിക്കുന്നുണ്ട്. ഇവള് പറഞ്ഞില്ലേ, നീ പറഞ്ഞില്ലേ നേവല് കാണുമ്പോ ഞാൻ കുഴപ്പമില്ല, ടാസ്കില് നമ്മളിനി പോയിട്ടൊന്നും നോക്കണ്ട എന്നുള്ളതിൽ ഞാൻ വിട്ട്. എന്താ രാമേന്ദ്ര പ്രശ്നം? എന്നിട്ട് ആര്യൻ ഇവള് പറഞ്ഞല്ല കൈ പിടിക്കുന്ന ടാസ്കില് ലാസ്റ്റ് ഇവൻ ഇവളുടെ വയറ്റിലോട്ട് നോക്കിയിട്ടായിരുന്നു. സ്ത്രീകളോട് ഭയങ്കര റെസ്പെക്ട് ഉണ്ടാവും, അത് ജീവനുള്ളതായാലും പ്രതിമയായാലും. എന്നിട്ട് ഇവള് രണ്ടാം സൈഡാ. ഉത്തരം പറ. ഞാൻ എനിക്ക് അൺകംഫർട്ടബിൾ ആയി. അപ്പൊ ഞാൻ എന്താക്കി പെട്ടെന്ന് താഴ്ത്തി. മനസ്സ് ചിത്തേക്ക് നോക്കണ്ടല്ല, എന്നെ ഇട്ടൊന്നുമില്ല. അതങ്ങനെ വിടാൻ പറ്റുമോ ബ്രദർ? അതെങ്ങനെ വിടാൻ പറ്റും? അല്ല, മോള് എൻജോയ് ചെയ്തോ ചിരിയുടെ കാര്യം? നീ ഇത് അനുഭവിക്കണോടാ, ആയുഷ്കാലം മുഴുവനും നീ ഇത് അനുഭവിക്കണം. വൃത്തിയോട് സംസാരിക്കും. ഇത് ചിരി വെച്ചിട്ട് ചിരിച്ചിട്ടാണ് ഞാൻ ചിരിക്കുന്നത്. ലോഡ്ജ് അല്ലേ ചക്രവർത്തി, കരച്ചിലും ചിരിയൊക്കെ കാണും. നിനക്ക് കേട്ടിട്ട് ചിരി തോന്നുന്നുണ്ട്. നിനക്ക് വന്നാലും നീ ചിരിച്ചിട്ട് ഇങ്ങനെ കേട്ടോണ്ട് അവന് ചാൻസ് കൊടുത്തിട്ടില്ലേ? അപ്പോഴും വേണോട്ടെ കൊലച്ചിരി. അല്ല പിന്നെ അപ്പൊ കരണം അടിച്ചു പൊട്ടിക്കൂലേ? കാരണം തൊട്ടാ കൊടുക്കും ചിലപ്പോൾ മോശമായിട്ടുള്ള. ഓഹോ, നീ സ്വയം നിയന്ത്രിച്ചു നിന്നതല്ലേ? ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. അപ്പൊ എന്നിട്ട് ഇങ്ങനെ ചെയ്ത് അപ്പൊ ഞാനിങ്ങനെ നോക്കി ഇങ്ങനെ ചെയ്ത് എന്താ ചെയ്യുന്നത് അങ്ങനെ ചോദിച്ചു. എന്നാ സാറേ? അപ്പൊ പറഞ്ഞേ സോറി സോറി അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വല്ലേ?